അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, സൂഫി കാവ്യങ്ങൾക്ക് ജീവൻ നൽകിയ ഒരു അതുല്യ വ്യക്തിത്വമാണ് മൗലാന ജലാലുദ്ദീൻ റൂമി. സ്വന്തം ഹൃദയത്തിൽ പേനമുക്കി എഴുതിയ മസ്നവി പോലത്തെ ഈരടികൾ ഈ ലോകം നെഞ്ചിലേറ്റിപ്പാടി. എന്നാൽ റൂമിയെ പോലെ നമ്മുടെ ഈ മലയാളക്കരയിലും സൂഫി ഗീതങ്ങളുടെ തേന്മയായി പെയ്തിറങ്ങിയ മഹാകവിയും നമ്മുടെ ഈ നൂറ്റാണ്ടിൽ ജീവിച്ച് ചെറിയ മക്കയായ പൊന്നാനിയിൽ ജനിച്ച് വലിയ മക്കയിൽ ചെന്ന് നാദിനിലേക്ക് പറന്നുയർന്ന സൂഫി ഗീതങ്ങളുടെ പഞ്ചവർണ്ണ കിളി ഹാജി അബ്ദുറസാഖ് മസ്താൻ അവരുടെ വരികളിലേക്ക് ഒരെത്തിനോട്ടമാണ് വിടും. പഞ്ചവർണ്ണ കിളി കൂടുവിട്ടാൽ പിന്നെ പഞ്ചായത്താക്കുവാനാരുണ്ടടാ. പഞ്ചരം മഞ്ചയിൽ വെച്ചങ്ങടച്ചമ്പ് മഞ്ചലക്കാർ വിട്ട് പോകുമടാ. പഞ്ചവർണ്ണ കിളിക്കോടോ വിട്ടാൽ പിന്നെ പഞ്ചായത്താക്കുവാനാരുണ്ടടാ. പഞ്ചവർണ്ണ കിളിക്കോടോ വിട്ടാൽ പിന്നെ പഞ്ചായത്താക്കുവാനാരുണ്ടടാ. പഞ്ചരം മഞ്ചയിൽ വെച്ചങ്ങടച്ചമ്പ് മഞ്ചലക്കാർ വിട്ട് പോകുമെടാ. പഞ്ചവർണ്ണ കിളിക്കോടോ വിട്ടാൽ പിന്നെ പഞ്ചായത്താക്കുവാനാരുണ്ടടാ. അഞ്ചുമാരാറ് കൊണ്ടഞ്ചാം വിലക്കങ്ങ് അഞ്ചുമാരാറെ കൊണ്ടഞ്ചാം വിലക്കങ്ങ് അന്ധകാരം കൊണ്ട് പിന്താമടാ. അന്ധകാരം കൊണ്ട് പിന്താമടാ. അഞ്ചലക്കാരാലും പഞ്ചരൂപത്തിനാൽ സഞ്ചരിക്കും മുന്നേ കൊഞ്ചാമടാ. പഞ്ചവർണ്ണ കിളി കോടോ വിട്ടാൽ പിന്നെ പഞ്ചായത്താക്കുവാനാരുണ്ടടാ. സൂഫി കാവ്യങ്ങളുടെ ആഖ്യാന വരി അതിന്റെ ഭാഷാ വൈവിധ്യമാണ്. ഇവിടെ ഹാജി അവർകൾ ആത്മാവിനെ ഒരു പഞ്ചവർണ്ണ കിളിയായും ശരീരത്തിനെ അതിന്റെ കൂടായും മനോഹരമായി ചിത്രീകരിക്കുന്നു. റോഹാവുന്ന പഞ്ചവർണ്ണ കിളി, കൂടാവുന്ന ശരീരം, ചതിക്കുന്ന മരണം എന്ന മഹാസത്യത്തെ എത്ര ചിന്തനീയമായാണ് ഇവിടെ വിവരിക്കുന്നത്. പഞ്ചരം എന്നാൽ മൃതദേഹം, മഞ്ച എന്നാൽ ഖബർ. മഞ്ചരം മഞ്ചയിൽ വെച്ചങ്ങടച്ചമ്പ മഞ്ചലക്കാർ വിട്ട് പോകുമടാ. ഇരുട്ട്, കൂരിരുട്ട്, ഇരുട്ടിന്റെ മഹാപ്രളയം. ആ ഇരുട്ടിൽ നിന്റെ വിശ്വാസ ഹൃദയത്തെ ചോദ്യം ചെയ്യാനെത്തുന്ന രണ്ട് ഉഗ്രരൂപികൾ. ഭയപ്പെടുത്തുന്ന രൂപം, അലസരപ്പെടുത്തുന്ന ശബ്ദം, ശിരസാൽ തുളച്ചു കയറുന്ന നോട്ടം. മലക്കുകൾ വരുന്നു. രണ്ടു കറുത്ത ജരാമുടി കൊണ്ടുമടം പേറ്റി വന്നങ്ങടാ. രണ്ടു കറുത്ത ജരാമുടി കൊണ്ടുമടങ്ങേറ്റി വന്നങ്ങടാ. റബ് റബ് തേറ്റ കണം തേറ്റ തോർവയും പൗരാലോചയിട്ട് ചോരമടാ. പഞ്ചവർണ്ണ കിളി കോടോ വിട്ടാൽ പിന്നെ പഞ്ചായത്താക്കുവാനാരുണ്ടടാ. ചില പ്രത്യേക അക്ഷരങ്ങൾ, സാങ്കേതിക പദങ്ങൾ സൂഫി കവികൾ ഉപയോഗിക്കുന്നുണ്ട്. പാട്ടിന്റെ ഈണം തോരാതെ തേച്ച് രചന നിയമങ്ങൾ തെറ്റിക്കാതെ വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെ സൂഫി ഗീതങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടു തലോടുമ്പോൾ എന്തൊരു സുഖമാണ്. പ്രണയമാണ് അതിന്റെ നിവൃത്തം, സത്യമാണ് അതിന്റെ പ്രമേയം, സംഗമമാണ് അതിന്റെ യാഥാർത്ഥ്യം. ഹാജി അബ്ദുറസാഖ് മസ്താൻ തന്നെ പാടുന്നു.
ഹക്കിത് കാട്ടും കാമിൽ മുറബി ഹരം ഹരമായി തമ്പി ഹരം ഹരമായി തമ്പി ഹക്കിത് കാട്ടും കാമിൽ മുറബി ഹരം ഹരമായി തമ്പി ഹരം ഹരമായി തമ്പി ഹവ വിട്ടിടും മുമ്പതിനായി നമ്പി ഹർഷിൽ പറന്നു തുമ്പി ഹർഷിൽ പറന്നു തുമ്പി ഹിക്മത്തിൻ കലിമകൾ നീ അറിഞ്ഞോ ഹിമ്മത്തിലാവാനായി തെളിഞ്ഞോ ഹൃദയമിൽ നീ ഹൃദയമിൽ തേടിയും കരഞ്ഞു ഹോവിൽ തെളിഞ്ഞു ഹോവിൽ തെളിഞ്ഞു ഹോവിൽ തെളിഞ്ഞു ഹോവിൽ തെളിഞ്ഞു ഹക്കിത് കാട്ടും കാമിൽ മുറബി ഹരം ഹരമായി തമ്പി ഹരം ഹരമായി തമ്പി ഹൗവ വിട്ടിടും മുമ്പതിനാൾ നമ്പി ഹർഷിൽ പറന്നു തുമ്പി ഹർഷിൽ പറന്നു തുമ്പി ഹിക്മത്തിൻ കലിമകൾ നീ അറിഞ്ഞോ ഹിമ്മത്തിലാവാനായി തെളിഞ്ഞോ ഹൃദയമിൽ നീ ഹൃദയമിൽ തേടിയും കരഞ്ഞ് ഹോവിൽ തെളിഞ്ഞു ഹോവിൽ തെളിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.